ഹലോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കഫ്താൻ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള ഫുൾ വീഡിയോ കേട്ടോ. വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഇത്. അപ്പോൾ കഫ്താൻ തയ്ക്കാൻ ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്ന ഒരു ഷോളാട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇത്. അധികം കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പം ഞാൻ ദാ ആ ഷോൾ ഇങ്ങനെ 4ആയിട്ട് മടക്കി ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രസ്സിന് എത്രയാണോ ഇറക്കം വേണ്ടത് അത് ഇതുപോലെ ഒന്ന് അളന്നെടുക്കണേ. ഞാൻ ദേ ഇവിടെ ഇറക്കം കൊടുക്കുന്നത് 25 ഇഞ്ചാട്ടോ. എന്നിട്ട് അത് ദാ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണേ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ വീതി നീളമാട്ടോ എടുക്കേണ്ടത്. വീതി 3 ഇഞ്ചും നീളം 4 ഇഞ്ചുമായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരു മീഡിയം സൈസുള്ള ആളുടെ അളവുകളാട്ടോ ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി എല്ലാം ദാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു റൗണ്ട് നെക്കാട്ടോ. എന്നിട്ട് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു കട്ട് പീസ് എടുക്കണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ കട്ട് പീസ് ഇതാ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കണേ. എന്നിട്ട് നമ്മൾ ഈ തുണി ഇതിൻ്റെ അടിയിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴുത്തിൻ്റെ ആ അളവ് ദാ ഈ തുണിയിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി ആ വരച്ച അവിടെ നിന്ന് 1 ഇഞ്ചും കൂടെ ദാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് പരിപാടി. വളരെ എളുപ്പമല്ലേ? ഇതുപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും. അപ്പം ഞാൻ ആദ്യം തയ്ക്കാൻ പോകുന്നത് ഈ മറിച്ചടിക്കുന്ന തുണിയുടെ അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കേട്ടോ ഇത് മെയിൻ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അരികൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മെയിൻ ക്ലോത്തിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കണേ. ഞാൻ അതൊന്ന് പിന്നെ വെച്ച് കുത്തി കൊടുക്കുന്നുണ്ടേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അതൊന്ന് ഫുള്ള് തയ്ച്ചെടുക്കണേ. ഇനി നമ്മൾ തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചടിക്കാൻ വെച്ചിരിക്കുന്ന ആ തുണിയില്ലേ അത് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണേ. അപ്പോൾ ഏകദേശം നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് താഴോട്ടിട്ടിട്ട് മറിച്ചടിക്കണേ. വീഡിയോയിൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡ്രസ്സിന് ലൈനിങ് ഒക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല ഇതിന്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക കേട്ടോ ചെയ്യുന്നത്. അത്രയും തയ്ച്ചതിന് ശേഷം ഇതുപോലെ തുണി 2ആയിട്ടൊന്ന് മടക്കി ഇടണേ. ഇനി നമ്മൾ ഇതിൻ്റെ വണ്ണമാണ് അളക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അടയാളപ്പെടുത്താൻ പോകുന്നത് കൈക്കുഴിയുടെ അവിടുത്തെ നീളമാണ് കേട്ടോ. അത് ഞാൻ ഏകദേശം ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുത്തെ വീതി വരുന്നത് 10 ഇഞ്ചാട്ടോ. സാധാരണ ഒരു മീഡിയം അളവുള്ള ആൾക്ക് അവിടെ 8 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ടാണ് അവിടെ 10 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മേലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ 15 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തണേ. അവിടുത്തെ വീതി കൊടുക്കുന്നത് 9 ആട്ടോ. അതും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണേ. അതിനുശേഷം അടയാളപ്പെടുത്തി ആ മാർക്കൊക്കെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. വരച്ചതിന് ശേഷം ഇതുകൂടി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്ച്ച ഡ്രസ്സ് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ ഇതുപോലത്തെ ഓരോ ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന കേട്ടോ. എൻ്റെ കയ്യിൽ പഴയ കുറച്ച് ബീഡ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.